മദ്യവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായിട്ട് ഈ അടിമലത്തുറയുടെ ഭാഗത്ത് ചില ഭക്തിഗാനങ്ങളും മദ്യവും മയക്കുമരുന്നും തുടങ്ങിയുള്ള ലഹരി ഉപയോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ ഏത് തരത്തിലൂടെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളതായ ലഘുവായ സന്ദേശവും തുടർന്ന് അവയിൽ നിന്നും ഉള്ളതായ ശരിയായ മോചനം നമുക്കെങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ചുള്ളതായ സന്ദേശവും ചില ആധ്യാത്മിക നിർദ്ദേശങ്ങളും അടങ്ങിയതായ സന്ദേശം, ചുരുങ്ങിയതായ ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ഈ ദേശത്തിലെ സഹോദരങ്ങളുമായി പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് മനോഹരമായ ചില ഭക്തിഗാനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അതിനായി നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ചെക്ക് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ചിന്തുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു ഈശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, കേഴും ആത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ ദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി മുകളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ മുകളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ, ഏഴും ആത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യ ദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യ
ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അടുത്ത പകലയുമായി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ സായം സന്ധ്യ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ചുരുങ്ങിയതായ ചില മിനിറ്റുകൾ മാത്രം ചില ആധ്യാത്മിക സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ഈ അടിമലത്തുറ ഭാഗത്തു നിന്നും ഞങ്ങൾ വിട പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട അതിമനോഹരമായ പ്രകൃതിരമണീയമായ മനോഹരമായ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കേരളം. എവിടെ നോക്കിയാലും പച്ചപ്പുകളും മനോഹരമായ ജനവാസ നിബിഡമായ തീരപ്രദേശങ്ങളും നഗരങ്ങളും നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. പ്രത്യേകിച്ച് ഈ അടിമലത്തുറ ഭാഗം ലോകത്തിൻ്റെ സകല മേഖലകളിലും പരിചയമുള്ള സോമതീരം റിസോർട്ട്, അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഈ പ്രദേശത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾ പുറകോട്ടിറങ്ങി ഈ ദേശത്തെക്കുറിച്ച് നമ്മളൊരു ചിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രത്യേക ഭാഗമായിരുന്നു ഇവിടെയൊക്കെ. വസ്തുക്കൾക്ക് വിലയില്ലാതെ ഇവിടെയുള്ള മാനുഷിക ജീവിതങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് ഈ അടിമലത്തുറ ചൊവ്വര ഈ ഭാഗങ്ങളൊക്കെ വളരെ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. വളരെയധികം വിലപിടിപ്പുള്ള വസ്തുക്കളായി ഇവിടെയൊക്കെ മാറി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് കുത്തിയൊഴുകപ്പെട്ട വിദേശികളാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മുടെ കേരളം അതുപോലെ ലോകം മുഴുവനും എടുത്തു പരിശോധിച്ചാൽ മറ്റ് കാലഘട്ടങ്ങളെക്കാളും ഉപരിയായി വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി, അതുപോലെ ശാസ്ത്രീയമായൊക്കെ വളരെ പുരോഗതി നമ്മൾ കൈവരിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ കൈ ചെല്ലാത്ത മേഖലകളിലില്ല. സകല മേഖലകളും മനുഷ്യൻ കീഴടക്കി. ബഹിരാകാശ യാത്രകൾ, അതുപോലെ തന്നെ ആധുനികതയുടെ ശാസ്ത്രീയ മികവിൽ രാജ്യങ്ങൾ താണ്ടി ഭൂപ്പരപ്പിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തിലേക്ക് എത്തുവാൻ ഒരു കാലത്ത് മാസങ്ങളോളം നീണ്ട കപ്പൽ യാത്രകളിലൂടെ മനുഷ്യൻ ചെന്നിരുന്നുവെങ്കിൽ ഇന്ന് 24-30 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത മനുഷ്യൻ ഇന്ന് ആധുനിക സംവിധാനത്തിലൂടെയുള്ള വേഗത കൂടിയ
വിമാനങ്ങൾ 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ പറന്നെത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. എത്ര വേഗമാണ് പുരോഗതിയൊക്കെ നമ്മൾ കൈവരിച്ചത്. പക്ഷേ മനുഷ്യൻ്റെ ആയുസ് വളരെയധികം കുറഞ്ഞു. 100, 110, 120 ഒക്കെ ജീവിച്ചിരുന്ന ചില വർഷങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ നമ്മളിന്ന് മനുഷ്യൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം വളരെ കുറഞ്ഞു. എല്ലാ മേഖലകളിലും പുരോഗമനം കൈവരിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള വാർത്താമാധ്യമങ്ങളും എല്ലാം തന്നെ നമ്മുടെ കൈവെള്ളയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തുവാനുള്ളതായ സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ നമുക്കുണ്ടായി. എന്നാൽ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മനുഷ്യ ജീവിതം ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ഇന്ന് ലോകം മുഴുവനും ഉള്ള മനുഷ്യനെ ഒരുപോലെ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു മാരക വിപത്ത്, വിഷമായി മദ്യവും മയക്കുമരുന്നിൻ്റെ ഉപയോഗം മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തെ മുഴുവനുമായി തകർക്കുവാൻ കഴിയുന്ന അളവിൽ സ്വാധീനിച്ചു കഴിഞ്ഞു. കലാലയങ്ങൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ചെല്ലുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ മദ്യമെന്ന മാരക വിപത്ത് കടന്നു പിടിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ ഭൂരിഭാഗവും പിന്നത്തേതിൽ നമ്മൾ അറിയുന്നു അമിതമായി മദ്യപിച്ചിരുന്നു. നിയന്ത്രണാതീതമായി ബൈക്കുകളും കാറുകളും റോഡുകളിലൂടെ ചീറിപ്പായുന്നതിൻ്റെ പിന്നിലെ വില്ലൻ മദ്യമായി തീർന്നു. എന്തിനേറെ പറയണം, മദ്യം വിളമ്പാത്ത ഉത്സവങ്ങളില്ല, മദ്യം വിളമ്പാത്ത സന്തോഷ ദിനങ്ങളില്ല. സകല മേഖലകളിലും മദ്യം ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു അതിഥിയായി നമ്മുടെ ഇടയിൽ മാറിക്കഴിഞ്ഞു. എക്സാമിന് ജയിച്ചാൽ മദ്യം, എക്സാമിന് തോറ്റാൽ മദ്യം, തുടങ്ങി ജോലി കിട്ടുമ്പോൾ മദ്യം, കിട്ടാതിരുന്നാൽ മദ്യം, വിവാഹത്തിൻ്റെ തലേന്ന് വിവാഹ ദിവസങ്ങളിലൊക്കെ വളരെയധികം മദ്യം വിളമ്പി കൊടുക്കുന്ന ആഘോഷ വേദികളായി മാറി. തുടങ്ങി ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം ഏതെല്ലാം മേഖലകളിലാണ് ഇത് കടന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് കുറച്ചുപയോഗിച്ച് അത് അമിതമായി അവസാനം നിയന്ത്രണാതീതമായി ജീവിതം തന്നെ അസ്തമിപ്പിക്കുന്ന അളവിലേക്ക് ആ മേഖലയിൽ മനുഷ്യൻ കൂപ്പുകുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ആവശ്യമാണ്. മനുഷ്യൻ എത്ര പുരോഗതി കൈവരിച്ചാലും, ബുദ്ധിപരമായി എത്ര വളർന്നാലും, എത്ര നല്ല സംസ്കാരത്തിന് ഉടമയായി തീർന്നാലും, എത്ര ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മനുഷ്യനെത്തിയാലും, സാമ്പത്തികമായി എത്തിയാലും, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കണ്ണീർ കയത്തിൽ നമ്മെ മുക്കിക്കളയുന്ന അളവിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മയും അധാർമികത്വവും വർദ്ധിച്ചു പെരുകി വരികയാണ്. മനുഷ്യനെ സ്നേഹിക്കാനെന്ന് കഴിയുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വീടുകളെക്കുറിച്ച് നമുക്കറിയാമായിരുന്നു, പാർക്കുന്നവരെ കുറിച്ച് അറിയാമായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നാട്ടിലൊക്കെ ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 4 മതിൽക്കെട്ടുകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ജീവിതമായി മനുഷ്യ ജീവിതം ആയിത്തീർന്നു. മാത്രമല്ല ഇന്ന് തമ്മിൽ സ്നേഹിപ്പാനോ തമ്മിൽ അംഗീകരിക്കുവാനോ ഒന്നും കഴിയാത്ത വിദ്വേഷത്തിൻ്റെയും പകയുടെയും അസൂയയുടെയും കരിനിഴൽ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നു.
അസമാധാനം, തകർച്ചകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. കാരണം എന്ത്? മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മാരക വിപത്തുകളിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ നമ്മുടെ ഗവൺമെന്റും അതുപോലെ സാമൂഹിക പ്രവർത്തകരൊക്കെയും വിവിധ ഒത്തിരി സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകൾ, കൗൺസിലിംഗ് സെന്ററുകൾ ഒക്കെ നമുക്ക് നിലവിലുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇടയിലുള്ള മദ്യപാന്മാരെ അവിടെ കൊണ്ടുപോയി കൗൺസിലിംഗ് സെന്ററുകളിലും ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെയും പല നാളുകൾ പാർപ്പിച്ച് അവരെ അതിൽ നിന്ന് വിമുക്തിയിലേക്ക് നയിക്കുവാനായിട്ട് കഠിന പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരു വിമോചനത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം ദൈവഭക്തിയുള്ള ഒരു നാടാണ് കേരളം. പ്രത്യേകിച്ച് നമ്മുടെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ വളരെയധികം ഭക്തിയുള്ളവരാണ്. അതിൻ്റെ സൂചനകളാണ് അവിടെവിടങ്ങളിലായി, കിലോമീറ്ററുകളൊന്നും വേണ്ട, അവിടെവിടങ്ങളിലായി തന്നെ ദൈവത്തെ എപ്പോഴും കാണാനും അന്വേഷിക്കാനും സ്നേഹിക്കാനും ദൈവിക ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പകർന്നു തരുന്നതായിരിക്കുന്ന ഭക്തി നിർഭരമായി നാം ചെയ്തിരിക്കുന്ന ഒത്തിരി സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എവിടെ നോക്കിയാലും ദൈവത്തെ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്ന, ദൈവിക ചിന്ത ഉണർത്തുന്ന ഒത്തിരി ക്രമീകരണങ്ങൾ നമുക്ക് ചുറ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ദൈവിക ചിന്തയിലൂടെ നമുക്ക് പോകാൻ കഴിയാതെ ദൈവം വെറുക്കുന്ന പാപ ദുർശീല സ്വഭാവങ്ങളിലേക്ക് നാം ഇന്ന് നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്രാപിക്കുവാൻ കഴിയും എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ വെല്ലുവിളിയായ ചോദ്യചിഹ്നമാണ്. ഓരോ ദിവസം കഴിയുന്തോറും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന വാർത്തകൾ സന്തോഷത്തിൻ്റെ വാർത്തകളല്ല. ഒരു കാലത്ത് വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുവാനും അതുപോലെ വായിക്കാനൊക്കെയും നമ്മൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് വാർത്താമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിലെ വാർത്തകൾ വായിക്കുവാൻ തന്നെ വെറുപ്പായിരിക്കുന്നു, വാർത്തകൾ കാണുവാൻ തന്നെ വെറുപ്പായിരിക്കുന്നു. എന്താ കാരണം? അതിലെ വാർത്തകൾ ഒന്നും തന്നെ സന്തോഷത്തിൻ്റെ വാർത്തകളല്ല. വളരെ അധികം വേദനിപ്പിക്കുന്ന കൊലയുടെയും അതുപോലെ തന്നെ വളരെയധികം മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ അന്നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാന ചോദ്യചിഹ്നമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിത മേഖലയിൽ നിന്ന് നമുക്ക് യഥാർത്ഥമായൊരു മോചനം നമുക്ക് ലഭ്യമാണ്. ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. സാക്ഷാൽ ലോക വിമോചകൻ, മനുഷ്യൻ്റെ സമൂലമായ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ ആരാണ്? ഒരുപക്ഷെ നിരവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും അത് പുച്ഛമായി തോന്നിയേക്കാം. എന്നാൽ ലോകത്തിൽ ആർക്കും മാറ്റം വരുത്തുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളെ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ, സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ സ്വാധീനത്താൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടു, ജീവിതങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ സമൂഹവും നമ്മുടെ ജീവിതമൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങി ചിന്തിച്ചാൽ അത് അസന്നിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന, നമുക്ക് വരച്ചു കാണിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരു മനുഷ്യനും ഭേദപ്പെടുത്താൻ കഴിയാത്ത, ഒരു മനുഷ്യനെ കൊണ്ടും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത, സമൂഹത്തിനും രാഷ്ട്രത്തിനും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെയുള്ള ഈ ലോകത്തിൻ്റെ യാതൊരു തത്വസംഹിതകൾക്കും മാറ്റം വരുത്താൻ കഴിയാത്ത നിരവധി ജീവിതങ്ങളെ ശരിയായ ദിശാബോധത്തിലേക്ക്, ശരിയായ ജീവിത ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ, ധാരാളം പേരെ അർത്ഥവത്തം സമ്പൂർണമായ ജീവിത മേഖലയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുവാൻ സാക്ഷാൽ സുവിശേഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന ഞങ്ങളിൽ പലരും സാക്ഷികളാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും അടിമപ്പെട്ടിരുന്നവരായിരുന്നു ഞങ്ങളിൽ പലരും. എന്നാൽ
ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ശരിയായ രൂപാന്തരം വരുത്തി തരുവാൻ സമൂഹത്തിനോ സാമൂഹിക പ്രവർത്തകർക്കോ അതുപോലെയുള്ള യാതൊരു ചിന്തകൾക്കും കഴിയാതിരുന്നപ്പോൾ സാക്ഷാൽ ഞങ്ങളാൽ കഴിയാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർത്തത് സത്യ സുവിശേഷമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ശരിയായ ലക്ഷ്യബോധം നൽകി തരുവാൻ, ശരിയായ അർത്ഥവത്വം സമ്പൂർണമായ ശരിയായ ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ സാക്ഷാൽ സുവിശേഷത്തിന് കഴിയുമെന്നുള്ള കാര്യം ഞങ്ങൾ ധൈര്യത്തോടെ പ്രസ്താവിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിന് അപ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും സാധ്യമാക്കി തീർക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് വിശുദ്ധ വേദപുസ്തക വായനയിലൂടെ, വചനാശ്രയത്തിലൂടെ, ധ്യാനത്തിലൂടെ ശരിയായ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി മാറ്റുവാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ അസന്ദിഗ്ധമായി സത്യസന്ധമായി ഞങ്ങൾ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ആ സുവിശേഷത്തിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത്രയും സമയം ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഒരു ഗാനം കൂടെ നമുക്ക് ശ്രവിക്കാവുന്നതാണ്.